100% തുരുമ്പ് വരത്തില്ല. അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ഏൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 രൂപ റേറ്റ് വരും. ഇതിൽ തണുത്തായിരിക്കും ഇരിക്കുന്നത്. 20 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. നമസ്കാരം. നമ്മൾ പലപ്പോഴും പല വീഡിയോസും ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട് ഇതിന് ഫോളോ അപ്പ് വീഡിയോകൾ വരും എന്നുള്ളത്. ഫോളോ അപ്പ് വീഡിയോകൾ ചെയ്യുന്നത് മിക്കവാറും നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും പലരും. അപ്പോൾ അതിനുള്ള മറുപടിയും സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കലാണ് സാധാരണ ഈ ഫോളോ അപ്പ് വീഡിയോകളിൽ നമ്മൾ ചെയ്യാറുള്ളത്. 7 മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിനെ കുറിച്ചായിരുന്നു. നമ്മുടെ വീട്ടിൽ വെച്ചപ്പോഴായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. അതിനുശേഷം അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് സംശയങ്ങൾ വന്നിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നായിരുന്നു റസ്റ്റിങ്, തുരുമ്പെടുക്കൽ, പിന്നെ ഇടിമിന്നലേൽക്കുമോ, അങ്ങനെയുള്ള വളരെ കോമൺ ആയിട്ടുള്ള അതേസമയം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള സംശയങ്ങൾ. ആ സംശയങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ തീർക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഫോളോ അപ്പ് വീഡിയോയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കേരളത്തിലുണ്ടോ എന്നാണ് നോക്കിയത്. അതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഹൈഡ്രോപ്യൂർ. പിന്നെ അവരുടെ മറ്റൊരു പ്രത്യേകത, അവർക്ക് ഒരുപാട് വേരിയൻസ്. നമ്മളാദ്യം കാണിച്ചതിൽ ഞാൻ വാങ്ങിയതിൽ 1000, 2000, 3000 അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ ഒരുപാട് വേരിയൻസ്, ലിറ്ററുകളിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. അതൊക്കെ നമ്മുടെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ അപ്പോൾ രതീഷാണ്. രതീഷേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. നോർമലി അതിനകത്ത് കുറച്ച് ആൾക്കാർ കോമൺ ആയിട്ട് കുറച്ച് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ ആദ്യത്തെ ഡൗട്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകാം, എന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റിലോട്ട് വരാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാനും കണ്ടിട്ടുള്ളതാണ്, പലപ്പോഴും റസ്റ്റിങ് സംഭവിക്കുന്നത്, അതായത് തുരുമ്പെടുക്കുന്ന പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തൊന്നും കണ്ടിട്ടില്ല. പൊതുവെ ഈ താഴെ വശത്ത്, അതുപോലെ തന്നെ ഈ ഡക്റ്റിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് എങ്ങനെയാണ് റസ്റ്റിങ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും റെസ്റ്റിംഗ് ഇല്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ 304 ഗ്രേഡ് നമ്മൾ ആണോ എന്ന് നോക്കണം. കാരണം ഒരു 304 ഗ്രേഡ് തന്നെയാണ് ടാങ്കുകൾ വരുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇത് 304 ഗ്രേഡ് ആണെങ്കിലും തിക്നെസ് തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. മിനിമം ഒരു 0.6 എങ്കിലും തിക്നെസ് നമുക്ക് ഇതിന് ആവശ്യമാണ്. അപ്പോൾ ആ തിക്നെസ്സിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിന്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ സ്റ്റാൻഡ് നമ്മൾ ഈ SS തന്നെ ഉപയോഗിക്കാൻ നോക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റാൻഡ് നമ്മൾ MS അല്ലെങ്കിൽ GAO ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഇതിലേക്കാണ് ഇത് ടച്ച് ചെയ്തിരിക്കുന്നത്. 2 ഫെറമെറ്റൽ, അത് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൽ തന്നെ ഇത് സ്റ്റെയിൻലെസ് തുരുമ്പുടിക്കില്ലാത്ത മെറ്റീരിയൽ. പക്ഷേ ഇത് തുരുമ്പുടിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ അതിനോട് അറ്റാച്ച് ചെയ്തിരുന്ന ഇതിന്റെ തുരുമ്പ് കൊണ്ട് ഇതിലേക്ക് ഇത് വന്ന് ഓട്ടോമാറ്റിക് കുറെ കാലം കഴിയുമ്പോഴത്തേക്കും അവിടെ അതിനുള്ള ചാൻസ്. അതാണ് കൂടുതലും ബോട്ടത്തിൽ ഇത് കാണുന്നത്. വേറൊരു ഭാഗത്ത് മുകളിലൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതാണ് അതിന്റെ ഒരു കാരണം. അതായത് ഇത്രേ ഉള്ളൂ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻ ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇപ്പൊ ഇവരുടെ പറഞ്ഞ പോലെ സ്റ്റാൻഡ് ഉൾപ്പെടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലേ? ഈ ഇതേ ടാങ്കിന്റെ അതേ ഗ്രേഡ് തന്നെയാണ് നമ്മൾ ഈ സ്റ്റാൻഡിന് ഉപയോഗിച്ചത്. ഇതിനകത്ത് ഞാൻ വ്യത്യസ്തമായിട്ട് കണ്ടത് എന്താന്ന് വെച്ചാൽ, സ്റ്റാൻഡ് ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻബിൽറ്റ് അല്ല, ഇത് സെപ്പറേറ്റ് ആണ്. പക്ഷെ നല്ല രീതിയിൽ അത് നല്ല ബെൽറ്റ് പോലെ അടിച്ച് 4 ലെഗിലേക്കും നല്ല രീതിയിൽ ക്ലാമ്പ് ചെയ്ത് ഉറപ്പിച്ച്, ഇത് തലകീഴായി പിടിച്ചാൽ പോലും കുഴപ്പമില്ല. നല്ല തിക്നെസ് കൂടിയ 304 ഷീറ്റ് ഇട്ടിട്ട്, അതായത് ഈ മിറർ ഫിനിഷ് ഷീറ്റ് തന്നെ ഇട്ടിട്ട് ബെൻഡ് ചെയ്ത് നല്ല ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തേക്കണ 4 ലെഗാണ് കൊടുത്തേക്കണേ. 4 ലെഗും കൊടുത്തിട്ട് ആൾക്കാർക്ക് ഡൗട്ട് വരില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് 304 ഗ്രേഡാണോ അല്ലെങ്കിൽ സ്റ്റീലാണോ GI ആണോ MS ആണോ എന്ന് യാതൊരു സംശയത്തിന് ഇടപെടാത്ത രീതിയിലാണ് നമ്മൾ ഇതിന്റെ സ്റ്റാൻഡുകൾ വർക്ക്ഔട്ട് ചെയ്തേക്കണം. യഥാർത്ഥ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ. അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ സംഗതി. നമ്മളൊരു പ്രൊഡക്റ്റ് നോക്കിയെടുക്കുമ്പോഴത്തേക്കും അതിപ്പോൾ ഏത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ഏതും ആയിക്കോട്ടെ, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നുള്ള സംഗതിയാണ് 100% തുരുമ്പ് വരത്തില്ല. പിന്നെ രണ്ടാമത്തെ ഒന്നാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാലുള്ള ഇടിമിന്നൽ. അതായത് ഇത്രേ ഉള്ളൂ, ഇടിമിന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രതിസന്ധിയായിട്ട് നിൽക്കുന്ന എന്തിനെ അടിച്ചു കളയും. അതിനിപ്പോ സ്റ്റീൽ ടാങ്ക് ഒന്നും വേണമെന്നില്ല, എന്ത് നിന്നാലും അടിച്ചു കളയും. മരമാണെങ്കിലും അവിടെ സ്റ്റീൽ ടാങ്ക് നോക്കിയിട്ടല്ല ഇടിമിന്നൽ തന്നെ. അതെ, ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ചാലകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഗതി. പിന്നെ 2, ഇതിനെ അട്രാക്ട് ചെയ്യുന്നില്ല എന്നുള്ള
എന്നുള്ളത് രണ്ടാമത്തെ. അട്രാക്റ്റ് ഷാർപ്പ് എഡ്ജിലേക്കാണ് ഈ സാധനം അട്രാക്ട് അതെ അതെ. ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു എഡ്ജിലേക്ക് അട്രാക്ട് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഇതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ഏൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യൻ നിന്നാലും ഇടിമിന്നൽ ഏൽക്കും. പക്ഷേ പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു മെയിൻ സംഗതി എർത്തിങ് തന്നെയാണ്. എർത്ത് ചെയ്ത് നമ്മൾ താഴേക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇടിമിന്നൽ ഏൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഇടിമിന്നൽ ഏൽക്കുമെന്ന് പറയാം. പക്ഷേ അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിക്കത്തില്ല. അങ്ങനെയല്ലേ? ഇടിമിന്നലെ അട്രാക്ട് ചെയ്യുന്നില്ല മെയിനായിട്ട്. പിന്നെ അട്രാക്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ഇടിമിന്നൽ അടിച്ചെന്ന് പറഞ്ഞാൽ താഴേക്ക് എർത്ത് ചെയ്ത് പോകുന്നതാണ്. ഇതിൽ യഥാർത്ഥത്തിൽ ആൾക്കാർ ചോദിക്കുന്ന സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഇതൊരു എന്താ പറയുന്നത്, ഒരു ജീവൻ്റെ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ട് ഇന്ന് വരെ ആർക്കും ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ല. അങ്ങനല്ലേ? ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് വരാം അല്ലേ ചേട്ടാ? ഇതിൻ്റെ പ്രത്യേകതകൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ആൾക്കാരെ സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞു തന്നോട്ടെ. സ്റ്റീൽ ടാങ്കുകളുടെ എല്ലാം ഇപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്നാൽ പോലും നമ്മുടെ അഡീഷണൽ ഓപ്ഷണലായിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ചെറിയ കാര്യം ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലോട്ട് സ്വിച്ച് ഇട്ട് കൊടുക്കാനുള്ള ഹോളിൻ്റെ സോക്കറ്റാണിത്. ഫ്ലോട്ട് സ്വിച്ച് എന്ന് പറയുമ്പോൾ ഗ്ലാൻഡ് ഫ്ലോട്ട് സ്വിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് കട്ട് ഓഫ്, നമ്മുടെ വെള്ളത്തിൻ്റെ ലോ ലെവലും ഹൈ ലെവലും സെറ്റ് ചെയ്യാൻ വെറുതെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഫ്രീയും കൊടുക്കാറുണ്ട്, കോംപ്ലിമെൻ്റ് ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട് സാധനം. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ വയർ ഈസി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഗ്ലാൻഡാണ് ഇതിൽ പിടിപ്പിച്ചേക്കണേ. ഇതിപ്പോൾ എനിക്ക് വന്ന് 500 ലിറ്റർ ഉണ്ട്. 500 ലിറ്ററിൻ്റെ ഇത് എത്ര റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ്? ഇത് വരുമ്പോൾ നമുക്ക് 22 രൂപ വരും. 22 രൂപ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 500 എടുക്കുന്നതിനേക്കാളും ലാഭകരം 1000 എടുക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ 500 എടുക്കാൻ ഞങ്ങൾ പറയില്ല. കാരണം എൻ്റെ കസ്റ്റമറെ സംബന്ധിച്ചിട്ട് നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന വാല്യൂവിനുള്ള പ്രൊഡക്റ്റ് കിട്ടണമല്ലോ. ഇത് വ്യത്യാസം വരുന്നല്ലേ നോക്കിക്കഴിഞ്ഞാൽ ഈ 1000 ആയിരിക്കുന്ന 1000 ഈ 500 തമ്മിൽ ഹൈറ്റിൻ്റെ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് ഇതിൻ്റെ അകത്ത് വ്യത്യാസമുള്ളൂ രണ്ടും തമ്മിൽ. ആ ഒരു മെറ്റീരിയലിൻ്റെ കുറവെന്ന് പറഞ്ഞാൽ 2000 രൂപ വ്യത്യാസമുള്ളൂ ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽ കുറവ്. അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വിലയ്ക്ക് ഇത് കൊടുക്കുന്നത് നഷ്ടമാണ്. പിന്നെ എന്നാലും പിന്നെ 500 ആവശ്യക്കാർക്ക് കൊടുക്കണമല്ലോ. പിന്നെ അത് ആവശ്യപ്പെടുന്നവരുണ്ടാവല്ലോ. പിന്നെ പ്രധാനപ്പെട്ട സംഗതി ഇപ്പോൾ ചേട്ടൻ 500 ഏറ്റവും മിനിമം അല്ല 300 ഉണ്ടല്ലോ. 300 ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത്? അതൊക്കെ വരുമ്പോൾ 15 രൂപ റേറ്റ് വരും. ഇതിൽ റേറ്റ് ഞാൻ ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഡേറ്റ് 3-ാം തീയതി അല്ലേ? 3-ാം തീയതി 10-ാം മാസം 2021 റേറ്റ് ആണ് പറയുന്നത്. സ്റ്റീലിനൊക്കെ വില കൂടി. പക്ഷേ സ്റ്റീലിൻ്റെ വില നമുക്ക് ഇപ്പോൾ വില പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോ ദിവസം വില കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം തന്നെ 100 രൂപയുടെ വ്യത്യാസം സ്റ്റീൽ വന്നിട്ടുണ്ട്. അതെ, എനിക്ക് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് റേറ്റ് പറയാൻ നാളെ ഈ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം നാളെ ഒരാൾ ഈ റേറ്റ് കണ്ടിട്ട് ഇതേ റേറ്റിലല്ല, അതാണ് ഞാൻ ഡേറ്റ് പറഞ്ഞത്. ടെസ്റ്റ് ചെയ്തിട്ട് തുറക്കാം. ഫുള്ളായിട്ടും എടുക്കാം അല്ലേ? ഫുള്ളായിട്ടും എടുക്കാം. ഓക്കെ. വെറുതെ ടെസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം. ഇനി താഴോട്ട് പൂട്ടി വെക്കണമെന്ന് വെച്ചാൽ ഇവിടെ താഴോട്ടും പൂട്ടി വെക്കാം. ഇനി നമുക്ക് ഓരോ വേരിയന്റിലോട്ട് പോകാം അല്ലേ? ഇതിപ്പോൾ നമ്മൾ കണ്ട 500 ആണ്. ഇനിയിപ്പോൾ 300 ഉണ്ട്. ബാക്കിയുള്ള എല്ലാ പിന്നെ മാത്രമല്ല ഹൊറിസോണ്ടൽ ടാങ്കുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലേ? ഇപ്പോൾ വെർട്ടിക്കൽ നമ്മുടെ ബാക്കിൽ കാണുന്നുണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കണ്ടത് ഈ ഒരു ചോട്ടു മോഡൽ 300 ലിറ്ററിൻ്റെ ആണ്. ഇനി ഇത് വരുന്നത് 1000 ലിറ്റർ അല്ലേ? ഇത് യഥാർത്ഥത്തിൽ മിറർ ഫിനിഷ് തന്നെ. നമ്മളൊരു കണ്ണാടി നോക്കുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ ഇരിക്കുന്നു അല്ലേ? മിറർ ഫിനിഷിന്റെ പ്രത്യേകത ആൾക്കാർക്ക് അറിയാവുന്നതാണ്. എല്ലാവർക്കും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് മിറർ ഫിനിഷ് കൊടുക്കുന്നത്. അതെ. അത് ഈ ചൂടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഉച്ച സമയത്തോ എപ്പോഴോ അതേ തൊട്ട് കഴിഞ്ഞാൽ അകത്തുള്ള വെള്ളത്തിന്റെ തണുപ്പ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇവിടെ തണുത്തായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് പോലും ഒരു തരി ചൂടുള്ള വെള്ളം നമുക്ക് കിട്ടത്തില്ല ഇതിനകത്തുനിന്ന്. അതെല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യം. എന്തുകൊണ്ടാണ് സ്റ്റീലാകുമ്പോൾ ചുട്ടു പഴുക്കും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫുള്ള് നമുക്ക് തണുത്ത വെള്ളമാണ് കിട്ടുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ളത് ഞാനിപ്പം നമ്മുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാക്കിയുള്ള ടാങ്കുകളിൽ നിന്ന് കണ്ട ഒരു സംഗതി, ഈ താഴത്തെ സാറിന് ഇവിടം വരെ വന്നിട്ട് ഒന്ന് കട്ടായിട്ടൊരു ഫ്ലാറ്റ് മോഡിലാണ് വരിക. നമ്മുടെ ശരി നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കർവ്ഡ്, ഒരു ഒട്ടും ഡെപ്പോസിറ്റ് കിടക്കാത്ത രീതിയിലാണ് നമ്മുടെ അടിയിലത്തെ ഡിഷ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് സാധാരണ എല്ലാ ടാങ്കുകൾക്ക് എടുത്തേക്ക് പോലെ തന്നെ കുറച്ച് മുകളിലായിട്ട് നമ്മൾ ഔട്ട്ലെറ്റ് എടുത്തേക്കണേ സെഡിമെന്റും കാര്യങ്ങളെല്ലാം അടിയിൽ ഡെപ്പോസിറ്റ് ചെയ്തോളും. ഔട്ടിലേക്കൂടെ നമുക്ക് ഒട്ടും ഈ പറഞ്ഞ കരടോ കാര്യങ്ങളോ വന്നിട്ട് പൈപ്പ് ബ്ലോക്ക് ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഒരു ഒട്ടും വെള്ളം നിൽക്കാത്ത രീതിയിൽ ചോർന്ന് പൊക്കോളും. താഴെ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഡെക്കിലൊക്കെ അത് നമ്മൾ കൊടുത്തേക്കണം 1 ഇഞ്ചിന്റെ ഡ്രെയിൻ വാൽവ് കൊടുത്തേക്കണേ. അത് വെച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടെങ്കിലും വെള്ളം പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന രീതിയിൽ 1 ഇഞ്ചിന്റെ ഡ്രെയിൻ വാൽവാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതൊന്നും ഒട്ടും സർവീസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ഇല്ല. കംപ്ലൈന്റ് മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. നമ്മൾ ഇടയ്ക്ക് കയറി അത് ചെയ്യണം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഡ്രെയിൻ വാൽവിന്റെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന അടിച്ച് താഴെ കൊണ്ടുവന്ന് ലൈൻ അടിച്ച് താഴെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ താഴെ വാൽവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന കേസ്. ഒരു 5-8 വയസ്സുള്ള കുട്ടിക്ക് താഴെ വന്നിട്ട് ഇപ്പം വാൽവ് അടിച്ച് ഗാർഡനിലേക്ക് കൊടുത്തു, അവിടെ ടാപ്പ് തുറന്നു
പോകുന്നു, വെള്ളം ക്ലീൻ ആക്കി മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 10-15 ദിവസം കൂടുമ്പോൾ നമുക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ആ ഡെപ്പോസിറ്റുകളൊക്കെ പൊക്കോളും. പിന്നെ വല്ലപ്പോഴും നമ്മൾ കയറി മുകളിൽ ശരിക്കും വാഷ് ചെയ്ത് തുടങ്ങും. വാഷ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ പറഞ്ഞാൽ സ്മൂത്ത് ഫിനിഷ് ആയിരുന്നു, അഴുക്ക് പിടിച്ചിരിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു വൈപ്പ് വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ടോ തുടച്ച് കഴിഞ്ഞാൽ പോകാവുന്ന കേസുള്ളൂ. കാരണം ഇതേ ഫിനിഷിങ്ങിനാണല്ലോ, ഇതേ ഫിനിഷിങ്ങിനകത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ബോഡി വരുന്നത് ഇത് ജിൻഡാലിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇന്റർമീഡിയറ്റ് ജിൻഡാലിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്, അതായത് സ്റ്റീലിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഷീറ്റ് ഉപയോഗിച്ച് ബോഡി ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെർട്ടിക്കൽ ജോയിൻറ്റിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 2 അടിയിലെ മുകളിൽ ഡിഷ് വെച്ചിട്ട് സീം വെൽഡിങ് ടെക്നോളജി, അതായത് നമ്മൾ പെട്രോൾ ടാങ്ക് ഒക്കെ വെൽഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അത് ഫുള്ളി മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നത്. കാരണം സാധാരണ ഒരു വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ എടുത്ത് കാണിക്കും, ഒരു തടിപ്പോ കാര്യങ്ങൾ ഇതുണ്ട്, ഒരു തടിപ്പും കാര്യങ്ങളും എംബ്രോയിഡറി എഴുതാതിരിക്കും, ഒരു തടിപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആ മെഷീനിൽ ആറുള്ള നമുക്കത് ഫാക്ടറിയിൽ തരുമ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഇങ്ങനെയാണ് വെൽഡ് ചെയ്ത് പോകണം. അതുകൊണ്ട് ഒരിക്കലും ഒരു ലീക്കോ കാര്യങ്ങളോ അവിടെ ഒരു തുരുമ്പോ അത് വേറൊരു ഫില്ലർ മെറ്റലും കാര്യങ്ങളോ നമ്മൾ ഉപയോഗിക്കണില്ലായിരുന്നു. മെറ്റൽ ടു മെറ്റൽ ഹൈ ഫ്രീക്വൻസിയിൽ മെൽറ്റായി പിടിക്കണേ. അപ്പോൾ അതുകൊണ്ട് അവിടെ വേറൊരു ഫില്ലർ മെറ്റലോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വേറെ തുരുമ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലീക്ക് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്കാണ് സെല്ല് ചെയ്യുന്നത്? ഇത് നമുക്ക് 28-20 റേഞ്ചിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഈ ഒരു റേഡിയസിൽ മാത്രമാണ് 28 രൂപ എന്ന് പറയുന്നത്. 100 കിലോമീറ്റർ ചുറ്റുള്ള വരെ നമുക്ക് ഈ റേറ്റിലൊക്കെ കൊടുക്കാം. ബാക്കി ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഡയറക്റ്റ് ചെയ്യുമല്ലേ ചെയ്യുന്നത്? ഡയറക്റ്റ് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ ഡയറക്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തി വരുന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ ഇതുപോലെ അവയർനെസ് കൊടുത്തേ പറ്റുള്ളൂ. ഒരു ഡീലറെ സംബന്ധിച്ചിട്ടുള്ള ഒരു കടയിലെ സംബന്ധിച്ച് ഇത്ര പോലെ അവർക്ക് സാധനങ്ങൾ മേടിക്കും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇതുപോലെ പറഞ്ഞു കൊടുത്ത് തന്നെ ഈ പ്രോഡക്റ്റ് ഇപ്പോൾ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആൾക്കാർ കസ്റ്റമർ ഇതിനെപ്പറ്റി പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും നമ്മൾ കറക്റ്റ് ചെയ്ത് മാർക്കറ്റിൽ എത്തിച്ചതിന് ശേഷം നമ്മൾ ഡീലർഷിപ്പും കൊടുത്തു വരുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എല്ലാം കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിലേക്ക് എത്തി വരുന്നതനുസരിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ലെവലിലായിരിക്കും നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പം നമ്മൾ ഡയറക്റ്റും കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഡീലർ ത്രൂവും കൊടുക്കുന്നുണ്ട്. ഡീലർഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാൻ കേട്ടോ, ആളെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടാങ്ക് ശരിക്കും പറഞ്ഞാൽ 1500-2000 ഈ വേരിയൻസ് ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഈ 300 എന്നുള്ളത് ഞാൻ കണ്ടിട്ടേ ഇല്ല. SS-ൽ 1500-2000 നമ്മൾ ഫെമിലിയർ ആണ്. ഇത് രണ്ടും തമ്മിൽ റേഡിയസിന്റെ വ്യത്യാസമാണ്. ഉയരം ഒരുപോലെ 2 മീറ്റർ. ഇപ്പം നമ്മൾ 1000 വരുന്നത് 6 അടി ഹൈറ്റിലാണ് വരുന്നത്. 180 സെന്റിമീറ്റർ 6 അടി ഹൈറ്റ്, ഒരു 1 മീറ്റർ ഡയമീറ്റർ 97 സെന്റിമീറ്ററാണ് ആച്ചിൽ വരുന്നത്. 6 അടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ താഴേന്ന് ഉൾപ്പെടെ സ്റ്റാൻഡ് ഉൾപ്പെടെ 1500 വരുമ്പോൾ 4 അടി ഡയമീറ്റർ, 120 സെന്റിമീറ്റർ ഡയമീറ്ററും അതിന്റെ ഹൈറ്റ് വരുന്നത് 2 മീറ്റർ. ഈ 1500-2000 ഒരേ ഹൈറ്റിലാണ് വരുന്നത്. ഇത് 4 അടി ഡയമീറ്റർ ആണ്, ഇത് 5 അടി ഡയമീറ്റർ. ആ ഡയമീറ്ററിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് റേറ്റ് എങ്ങനെ വ്യത്യാസം വരുന്നത്? റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 1500-2000 എല്ലാം ഇപ്പോൾ വന്നിരിക്കുന്നത് 0.8 തിക്നെസ്സിൽ ആണ്. 0.8 തിക്നെസ്സിലുണ്ട്, 0.6 തിക്നെസ്സിലുണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള പ്രൈസ് വേരിയേഷൻസ് വരും. പക്ഷേ 0.8 ആയതുകൊണ്ട് 0.6 ആയത് ഇങ്ങനെ ഒന്ന് ഞെക്കിയാൽ പോലും ഞെക്ക് കൊള്ളുന്നില്ല, സാധനം നീങ്ങുന്നു. 0.8 എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്. സാധാരണ നമ്മൾ ഒരു ടാങ്ക് എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഒരു വ്യത്യാസം. 1000-ന്റെ നോക്കിക്കഴിഞ്ഞാൽ 4 ലെഗുകളാണ് കൊടുത്തേക്കുന്നത്. അതേ ലെഗ് തന്നെ ഇപ്പോൾ ഇതിൻ്റെ വോളിയം കൂടിയതാണ്. ഈ പ്രൊഫൈൽ ശ്രദ്ധിച്ചറിയാം, അതിനൊക്കെ വീതി കൂടിയ പ്രൊഫൈലും കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് 5 ലെഗുകൾ കൊടുത്തിട്ടാണ് ഇത് ചെയ്തേക്കണേ. അതും ഫുള്ള് എല്ലാം 304 ഗ്രേഡിൽ. അതുപോലെ ഇതിൻ്റെ പൈപ്പിൻ്റെ കാര്യങ്ങളിലെല്ലാം വ്യത്യാസം വരുത്തി അതുപോലെ ഹെവി ആക്കിയിട്ട് ചെയ്യണം. 2000-ലേക്ക് വരുമ്പോൾ നമ്മൾ അത് തന്നെ അതേ ഹൈറ്റിൽ തന്നെ 6 ലെഗ് കൊടുത്തിട്ട് 6 ലെഗാണ്. ഒരു കാരണവശാലും എത്ര ലോഡ് വന്നാലും ഇതിനൊരു പ്രശ്നം വരരുത്. പ്രത്യേകിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സാധാരണ ഈ പൈപ്പുകളൊക്കെയും അല്ലെങ്കിൽ സാധാരണ ഇതിനൊക്കെ ബലം കൂടുതലാണ്. ഈ സ്റ്റീലിൻ്റെ ഇതുപോലെ പ്രൊഫൈൽ ചെയ്തിട്ട് ഷീറ്റ് ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്നാണ് ഭയങ്കര ബല. അപ്പോൾ ആ ഒരു എത്ര ലോഡ് നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാലും ഒരു കുലുക്കമില്ല. ഇനി ഇതിൻ്റെ റേറ്റ് ഇതെനിക്ക് തോന്നുന്നു എന്നോട് പറഞ്ഞതിന് പ്രകാരം 44 രൂപയാണ്. അത് 54. ശരിക്കും പറഞ്ഞാൽ അത് എടുക്കുന്നതാണ് ലാഭം. അത് ശരിയാ. ഇതിൽ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ 0.8 ആയ കാരണം അതുകൊണ്ടാണ് എത്ര റേറ്റിലേക്ക്. അതായത് സാധാരണ നമ്മൾ കാണുന്നവർക്കൊരു പെട്ടെന്ന് തോന്നി 1000-ന്ന് 1500-ലേക്ക് 1000 മേടിച്ചു വെക്കുന്നതിന്റെ അടുത്ത റേറ്റിലേക്ക് ഇത് എത്തി ഇത് വരുമ്പോൾ. അപ്പോൾ എന്നാൽ പിന്നെ 2000 മേടിച്ചു വെച്ചാൽ പോരെന്ന് ചിന്തിക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തിക്നെസ് കൂടുതലുള്ളതുകൊണ്ടാണ് ആ റേറ്റിലേക്ക്. ഇതിന്റെ തന്നെ 0.6 വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ്. ആദ്യം ഇത് റേറ്റ് കുറഞ്ഞു കൊടുക്കും, റേറ്റ് കുറവായിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ വേരിയൻ്റ് ആണ്.
ഇപ്പോൾ വെർട്ടിക്കൽ വേരിയൻസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് 3000-ൻ്റെ ഒരു ടാങ്ക് കൂടെ ഇരിപ്പുണ്ട്. 3000-ൻ്റെ ടാങ്കും ലെഗിൽ വ്യത്യാസമുണ്ട് അല്ലേ? ലെഗിൽ വ്യത്യാസം. അത് നമ്മൾ 8 ലെഗ് കൊടുത്തേക്കാം, അടുപ്പിച്ച് ലെഗ് കൊടുത്തേക്കാം. അത്രയും ലെഗ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എത്ര ലോഡ് അതിൻ്റെ മുകളിലേക്ക് വന്നാലും പിന്നെ നല്ല പ്രഷർ 3000 ലിറ്ററിന് ഒരു 3 ടണ്ണിൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ട് വെള്ളം ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ അത്ര വെയിറ്റ് താങ്ങാൻ വേണ്ടി നമ്മൾ 8 ലെഗ് കൊടുത്തിട്ടുണ്ട്. അത് 3000 ഇവിടെ ഡിസ്പ്ലേ ഇവിടെ ഇത്രയും ഒക്കെ മറ്റൊന്നും നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് ചെയ്യണം. അപ്പോൾ തന്നെ അങ്ങോട്ട് കൊടുത്ത് വിടും. ഇവിടെ സ്റ്റോക്ക് ചെയ്യാറില്ല. കാരണം ഇത്രയും 4000-5000 ഒക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലല്ല. അതുകൊണ്ട് ഇതിൻ്റെ സാധനങ്ങൾ വയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് എവിടെയും കൊണ്ട് വെക്കണമെങ്കിൽ അത്രയും സ്ഥലം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാനായിട്ട് അത് ഓർഡർ അനുസരിച്ചിട്ട് ചെയ്യാറുള്ളൂ. 3000-ൻ്റെ റേറ്റ് ഞാൻ പറയുന്നില്ല, കാര്യം എല്ലാത്തിൻ്റെയും റേറ്റ് ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 2000-ൻ്റെ തന്നെ ഇച്ചിരി ലെങ്ത് കൂടിയിട്ട് ഇത്ര ലെങ്ത് വരുന്ന രീതിക്ക് 3000-ൻ്റെ ഹൊറിസോണ്ടലുണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ എല്ലാത്തിൻ്റെയും ഹൊറിസോണ്ടൽ വേരിയൻ്റ് അവൈലബിൾ ആണ്. ഇവിടെ ഈ ഇരിക്കുന്നത് 1000-ൻ്റെ ആണല്ലേ? ഇത് 1000 അല്ലേ? 1000. ഇതിൻ്റെ പ്രത്യേകതകൾ പറയൂ. 1000 ലിറ്റർ ഇത് നമ്മൾ കൂടുതലും ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ വേരിയൻറ്റിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹൈറ്റിൻ്റെ പ്രശ്നം. അപ്പോൾ അത് 6 അടി ഹൈറ്റ് ഉണ്ട്, ഇത് 4 അടി ഹൈറ്റ് ഉള്ളൂ. നമുക്കൊരു റൂഫിൻ്റെ അടിയിൽ കയറ്റി വെക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കയറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇത് എത്തി നോക്കാനും ഇങ്ങനെ നോക്കാനും കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണമായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ വെട്ടിക്കൽ തന്നെയാണ്. പക്ഷേ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം വരും. ഇത് എത്ര പ്രൈസ് വരിക? ഇതിന് വരുമ്പോൾ 34 വരും. 34 രൂപയോളം വരും അല്ലേ? 1000-ൻ്റെ മറ്റേതുമായിട്ട് നല്ല ഡിഫറൻറ്റ് വരും. അതെന്താ അങ്ങനെ വരാൻ കാര്യം? ഈ സ്റ്റാൻഡൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട്. ഈ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ അത് 4 ലെഗ് ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് സ്ട്രക്ചർ അടിച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റാൻഡ് ചെയ്തേക്കാം. അപ്പോൾ ആ സ്റ്റാൻഡിൽ വരുന്ന ഒരു വേരിയൻറ്റ്. പിന്നെ ഈ വർക്കെല്ലാം അഡീഷണൽ വരുന്ന ഫിറ്റിങ്സുകളാണ്. ഈ മോഡലിൽ വരുന്ന ഈ വർക്കുകളെല്ലാം അഡീഷണൽ വരുന്ന ഫിറ്റിങ്സുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടാണ് അത്ര പ്രൈസ് വേരിയേഷനിലേക്ക് പോകുന്നത്. ഇനി ഇതിൻ്റെ തന്നെ 2 വേരിയേഷൻസ് ആണ് ഇവിടെ കൊടുത്തത്, 1500-ഉം 2000. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഇതുപോലെ തന്നെ. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ പല ആൾക്കാർ ഇപ്പോൾ സാധാരണ ഒരു എന്നെപ്പോലുള്ള സാധാരണക്കാരന് ഉണ്ടാവുന്ന ഒരു സംശയമാണ്. ഇപ്പോൾ 1000 ലിറ്ററിൻ്റെ ടാങ്ക് എടുക്കാം. അത് തന്നെ നമ്മുടെ മാർക്കറ്റിൽ പല റേറ്റിൽ അവൈലബിൾ ആണ്. നമുക്കൊരു റേറ്റ് കൊടുക്കുന്നു, ഒരു ഡീലർ വേറൊരു റേറ്റ് കൊടുക്കുന്നു. ഈ ഒരു റേറ്റ് വേരിയേഷൻ്റെ ഒരു സംഗതി എന്താണ്? നിങ്ങൾക്ക് ഈ റേറ്റ് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ഇവിടെ തന്നെ നിർമ്മിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. മാനുഫാക്ചേഴ്സ് ആണ്. പിന്നെ കൂടുതൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ ട്രേഡ് ആൻഡ് സെയിൽ ഒരു രീതിക്കാണ് നടന്നുകൊണ്ട് നമുക്കത് റോളായിട്ട് വരികയാണ്. നമ്മളിത് ഫുള്ള് റോ മെറ്റീരിയൽ എല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് നമുക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആൻഡ് റേറ്റ്, നല്ല ക്വാളിറ്റിയോടുകൂടി നല്ലൊരു ബെസ്റ്റ് റേറ്റിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ വാറണ്ടി നമ്മളിപ്പോൾ 10 വർഷം പറയുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് വാറണ്ടിയിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ? വാറണ്ടിയിൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഫെയിലിയർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റുകൾ. ഇത് നമുക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരു മാനുഫാക്ചേഴ്സ് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇതിൻ്റെ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അതിൻ്റെ സർവീസ് കാര്യങ്ങൾ കൊടുക്കാവുന്ന നമുക്ക് 24/7 നമുക്ക് സർവീസ് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഏറ്റവും വലിയ നോൺ ടോക്സിക് ആണ്. കാരണം സ്റ്റീലിൽ വെള്ളം കിടന്നു എത്ര കാലം കിടന്നു എന്ന് ഓർത്തിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ല. നല്ല സുരക്ഷിതമായിട്ട് നമ്മൾ വീട്ടിൽ നല്ല സ്റ്റീൽ പാത്രത്തിൽ വെള്ളം ഉപയോഗിക്കുന്ന രീതിക്കുള്ള വെള്ളം നമുക്ക് നല്ല വെൽ വാട്ടർ അതിലേക്ക് അടിച്ച് കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ പ്യൂരിറ്റിയോടുകൂടി നമുക്ക് കുടിക്കാൻ വരെ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്റ്റീലിൽ വെള്ളം കിടന്നുള്ള ഗുണം. അപ്പോൾ അതുപോലെ ഉള്ള ഗുണം. പിന്നെ അൺബ്രേക്കബിൾ ആണ്, ലൈഫ് ലോങ് ആണ്. എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാവുന്ന ഒരു മെറ്റീരിയൽ. ഒരിക്കലും നമുക്ക് വേറെ ഇടയ്ക്ക് മെയിൻ്റനൻസോ അല്ലെങ്കിൽ പിന്നെ വേറെ ഇടയ്ക്ക് മാറ്റിക്കേണ്ട കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മുടെ ഒരു ലൈഫിലേക്ക് ആവശ്യത്തിനുള്ള ലൈഫ് ഉണ്ട് ഇതിന്. അതായത് എന്നോട് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പലരും ചോദിച്ചൊരു സംഗതിയാണ്, സ്റ്റീൽ വാട്ടർ ടാങ്കിലാണെങ്കിലും വെള്ളം നിങ്ങൾ താഴേക്ക് എടുക്കുന്നത് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം തന്നെ എല്ലാ പൈപ്പുകളുടെയും സ്പെസിഫിക്കേഷൻ മാറി ലെറ്റ് എന്നായിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ MLC പൈപ്പുകൾ അവൈലബിൾ ആണ്. നമ്മുടെ ഇതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് കൊണ്ടുപോകുന്ന പൈപ്പുകൾ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അതൊക്കെ 100% ഈ പറഞ്ഞ പോലെ നോൺ ടോക്സിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് വെക്കാം. ഇനി ചേട്ടാ നമ്മുടെ ഇനിയിപ്പോൾ കുടിവെള്ളത്തിന് വേറെ ടാങ്ക്, മറ്റേതിന് വേറെ ടാങ്ക് അങ്ങനെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, ശരിക്കും ആവശ്യമില്ല. അതെ. ഇനി നമ്മുടെ ഹൈഡ്രോപ്യൂർ നിങ്ങളുടെ പ്രസ്ഥാനത്തെ കുറിച്ചൊന്ന് പറഞ്ഞേട്ടെ. ഞാനത് ആദ്യം ചോദിക്കേണ്ടായിരുന്നു, അവസാനം ചോദിക്കുന്നത്. പറഞ്ഞേട്ടെ. പ്രസ്ഥാനം ഞങ്ങളൊരു 10-15 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ആയിരുന്നു സ്റ്റീൽ വിൻഡോ. അതും നമ്മുടെ കേരളത്തിൽ വളരെ മാറ്റം ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ്, സ്റ്റീൽ ട്രെൻഡിങ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പുതിയതായിട്ട് ആലോചിച്ചിട്ട് ഒരു ഇന്നോവേറ്റ് ഇതുണ്ട്. മാർക്കറ്റിലുള്ള പ്രോഡക്റ്റ് ആണ്, പക്ഷെ എന്നാലും ഇവിടെ ഒരു മാനുഫാക്ചറിങ് കോൺസെപ്റ്റ് എന്നുള്ള
ഞാൻ ചിന്തിച്ചാൽ ഇത്ര റേറ്റ് കൊടുത്തിട്ട് ആൾക്കാർ എന്തിനു മേടിക്കണം, കുറച്ചുകൂടെ റേറ്റ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റില്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റിലേക്ക് നോക്കിയത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ കിട്ടച്ചിൻ്റെ അടുത്ത് കിഴക്കമ്പലം കിട്ടച്ചിൻ്റെ അടുത്താണ് ഈ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. വെങ്ങോല എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പുതിയ പ്രോഡക്റ്റാണിത്. ഇനിയും പ്രോഡക്റ്റുകൾ ഞങ്ങൾ ഇന്നോവേറ്റർ കൊണ്ടുവന്നിട്ട് ഇനി 2 പ്രോഡക്റ്റ് കൂടെ അടുത്ത നെക്സ്റ്റ് 2 ഇയേഴ്സിൽ വരാനുണ്ട്. അത് നമുക്ക് സംബന്ധമായിട്ടുള്ള നല്ല ഇതുവരെ വീടിൽ വരാത്ത പ്രോഡക്റ്റുകളായിരിക്കും. പിന്നെ ISO 9000 2000 സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉള്ള എല്ലാ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഞാനിവിടെ വന്നത് 7 മണിക്കാണ്. നമ്മൾ വന്ന് നിൽക്കുന്നത് ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 3-ാം തീയതിയാണ് 10-ാം മാസം 2021. രാവിലെ ചേട്ടനെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു സർ. സാധാരണ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നോർമലി നമ്മൾ എന്ത് വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ വരും എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഫോളോ അപ്പ് വീഡിയോ പലരും 2-3 മാസം കഴിയുമ്പോഴൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അതിനൊരു സമയമുണ്ട്. നമ്മൾ 7 മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഹൈഡ്രോപ്യൂറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം. ആവശ്യക്കാർക്കായിട്ടുള്ള എല്ലാവർക്കും അവർ ഡയറക്റ്റ് സർവീസ് നൽകുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇന്ത്യ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റും ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.